നമസ്കാരം. ഐശ്വര്യത്തിൻ്റെ നിറദീപവുമായി മറ്റൊരു ഓണക്കാലം കൂടി എത്തിയിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമ്മോടൊപ്പം ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് മലയാളികൾക്ക് പ്രിയ താരം, അതുപോലെ തന്നെ നമ്മുടെ സ്വീകരണ മുറിയിലെ ഏറ്റവും ഒഴിച്ചുകൂടാനാകാത്ത ഒരു താരം കൂടിയാണ്. മലയാളി ടെലിവിഷൻ രംഗത്തെ മികച്ച താരം അഞ്ജിതയാണ്. അഞ്ജിതയുടെ കൂടുതൽ വിശേഷങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ഹാപ്പി ഓണം ആദ്യമേ തന്നെ പറയട്ടെ. ഹാപ്പി ഓണം. ജയ് ഹിന്ദ് ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും മനസ്സ് നിറഞ്ഞ സന്തോഷത്തിൻ്റെ ഓണാശംസകൾ. ശരി, അപ്പോൾ ഈ വർഷത്തെ ഓണം എങ്ങനെ ആഘോഷിക്കാനാണ് പ്ലാൻ? ഈ വർഷം എന്നല്ല, എല്ലാ വർഷവും ഓണം നന്നായിട്ട് ആഘോഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ശരി. അപ്പോൾ ഈ വർഷവും അതുപോലെ. പിന്നെന്താന്ന് വെച്ചാൽ ഓരോ വർഷം പ്രോഗ്രാംസ് ഉണ്ടാവും, അതിന് വ്യത്യസ്തത ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പം ഇത്തവണ ഓണം സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ എവിടെയൊക്കെയാണ്? ആയി വരുന്നതേ ഉള്ളൂ, നിശാഗന്ധിയിലൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ഓണത്തിന് മോള് കൂടെ ഇല്ല, മോള് UK പഠിക്കുകയാണ്. അപ്പം മോള് സ്ഥലത്തില്ല എന്നുള്ള ഒരു ചെറിയൊരു കുറവുണ്ടാവും ഓണത്തിനതാണ്. ഇപ്പം നിശാഗന്ധിയിലെ ഓണം എന്ന് പറയുന്നത് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ഒരു ബാല്യകാലം മുതൽ കാണുന്ന ഒരു സംഭവമാണ്. തിരുവനന്തപുരത്തെ ലൈറ്റ് കാണലും. അതെ, ഈ കലാകാരന്മാർക്ക് കിട്ടുന്ന ഒരു വലിയ പ്രോത്സാഹനമാണ് നിശാഗന്ധി പോലെയുള്ളടത്ത് ടൂറിസം പ്രോഗ്രാംസ് വരിക എന്ന് പറയുന്നത്. അപ്പൊ അത് എല്ലാവരും മാക്സിമം ആഘോഷിക്കും, മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഒരു മുഖമുദ്രയാണല്ലോ ഓണത്തിന് ലൈറ്റ് കാണാൻ. ശരിയാ. അപ്പോൾ ലൈറ്റ് കാണാൻ പോകും, വഴി നീളെ കിട്ടുന്നതെല്ലാം വാങ്ങിച്ചു തിന്ന്. മിക്കവാറും പഴയ കൂട്ടുകാരെയൊക്കെ കാണുന്നത് ഈ ലൈറ്റ് കാണാൻ പോകുന്ന നടത്തേടെ സമയത്താണ്. അതെ, ശരിയാണ്. അത് പറഞ്ഞ് ഒരു കുറച്ച് നേരം നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ആ സമയത്ത് കിലോമീറ്ററുകളോളം നമ്മൾ നടക്കും. എല്ലാവരും വൈകുന്നേരം ഇറങ്ങുമല്ലോ. അതെ. ഓണവിഭവങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണോ? എങ്ങനെയാണ് ഓണാഘോഷം, ഓണസദ്യയൊക്കെ? സ്വന്തമായിട്ട് ഉണ്ടാക്കുക തന്നെയാണ്. ഈ ഓണത്തിന് പുറത്തുനിന്ന് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ വന്ന ഒരു ട്രെൻഡാണ്. പക്ഷെ പ്രത്യേകിച്ചും ഞങ്ങൾ പണ്ട് എൻ്റെ വീട്ടിലായാലും അതെ, ഇപ്പൊ ഇൻലോ ഹൗസിലായാലും ഓണം വീട്ടിൽ നിന്ന് തന്നെയാണ്. പിന്നെ അവിടെ എങ്ങനെയെന്ന് വെച്ചാൽ 10-40 പേർക്ക് എല്ലാ വർഷവും ഓണം കൊടുക്കും, സദ്യ കൊടുക്കും. എൻ്റെ വീട്ടിലാണെങ്കിലും അത് തന്നെ, അടുത്തുള്ള ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ച് ഓണസദ്യ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. പിന്നെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ശ്രീവിദ്യാ കലാനികേതൻ കൾച്ചറൽ സൊസൈറ്റി ഡാൻസ് സ്കൂൾ ഉള്ളതുകൊണ്ട് അവിടുത്തെ കുട്ടികളുടെ കൂടെയാണ് ഓണം ആഘോഷിക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു ടുഗദർനെസ് എല്ലാവരുമായിട്ട്? എന്തൊക്കെയാണ് എന്താ വെച്ചാൽ ഞങ്ങളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അമ്മമാരും കുട്ടികളും, വലിയ കുട്ടികളും ചെറിയ കുട്ടികളും എല്ലാവരും കൂടെ ചേർന്ന് ഉള്ളൊരു ഓണാഘോഷമാണ്. തിരുവാതിര കളിക്കും എല്ലാവരും കൂടെ ചേർന്ന്. പിന്നെ പായസം, സദ്യ, അതൊക്കെ തന്നെയാണ്. പിന്നെ അച്ഛന്മാർക്ക് വേണ്ടി പ്രത്യേകം വടവലി പോലെയുള്ള മത്സരങ്ങളും കലാപരിപാടികളും ഒക്കെ ഞങ്ങൾ സംഘടിപ്പിക്കും. ശരി. ബാല്യകാലത്തെ ഒരു ഓണ സ്മരണയുണ്ട്, അപ്പം അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ഓണവും രണ്ടും തമ്മിൽ എങ്ങനെയാണ് ഒരു വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അത് പൊതുവെ എല്ലാവരും പറയും ഇപ്പോഴൊക്കെ എന്തോണം, പണ്ടല്ലേ ഓണം. പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല. കാരണം എല്ലാ കാലത്തും അതാത് സമയത്തെ ആഘോഷമാണ് നമ്മൾ ആഘോഷിക്കുക. അതേ നമുക്കറിയൂ. അടുത്ത വർഷം ഇത് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ലാളിത്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പൂന്നുള്ളാൻ ഇങ്ങനെ നമ്മൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ പോയിട്ട് പൂ പറിച്ചിട്ടാണ് ഇടുക എന്ന് പറയുന്നത്. ഒരുപാട് പൂക്കളൊന്നും കാണില്ല, വാങ്ങിക്കാൻ കിട്ടില്ല. ഒരു 2-3 കളേഴ്സൊക്കെ. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, ലോകത്തിന്റെ എമ്പാടും എല്ലാ ഭാഗത്തും ഉള്ള പൂക്കൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുകയല്ലേ. അതുപോലെ വലിയ 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 പൂക്കളങ്ങളും അല്ലെ, പൂക്കളത്തിന്റെ ഒക്കെ ഒരു മാനം തന്നെ അങ്ങ് മാറി. ചെറിയ പൂക്കളം ഇടുന്ന ഒരു സിസ്റ്റം ഒക്കെ മാറി വലിയ പൂക്കളമായി, അത് മത്സരമായി. അപ്പം ഓരോ വർഷം കഴിയുന്തോറും ആഘോഷ രീതി മെച്ചപ്പെട്ടു വരികയാണ്. അപ്പൊ അതുകൊണ്ട് പഴയ ഓണം മാത്രമാണ് നല്ലത് എന്നൊരു അഭിപ്രായം എനിക്കില്ല. പുതിയ ഓണം നല്ലത് തന്നെയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടെലിവിഷൻ രംഗത്ത് തന്നെ ഒഴിച്ചുകൂടാനാകാത്തൊരു താരമാണ് അഞ്ജിത എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു സീരിയൽ ഇൻഡസ്ട്രിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ജിത ഉണ്ടാക്കി വെച്ച ഒരു സ്റ്റാമ്പ് ഉണ്ട്. അപ്പം ഒരുപാട് ഒത്തിരി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അഞ്ജിത ആ വർഷം മുതൽ ഇപ്പോഴും സീരിയൽ രംഗത്ത് സജീവമായി നിൽക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല എങ്കിലും എന്താ വെച്ചാൽ എനിക്കൊരു വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഒരു 10-16 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഗ്യാപ്പ് ഓഡിയൻസിൻ്റെ ഇടയിൽ ഫീൽ ചെയ്തില്ല. കാരണം 95 സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് നമ്മൾ അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം
ദൂരദർശൻ മാത്രമേ ഉള്ളൂ അന്ന്. അപ്പം അന്ന് ഒരു ഓണത്തിന് ഒരു 10-15 ഓണം പ്രോഗ്രാംസ് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. പിന്നെ കാണാൻ എല്ലാവർക്കും ആകെ ഉള്ളത് ഒരു ദൂരദർശൻ മാത്രമാണ്. അപ്പോൾ എല്ലാ പ്രോഗ്രാംസും ഈ എന്റർടൈൻമെന്റ് ഇഷ്ടമുള്ളവരെല്ലാവരും കാണുന്നുണ്ട്. അപ്പം നമ്മളുടെ മുഖം എന്ത് തന്നെ ഇപ്പം ഇന്നിപ്പോൾ ഒരുപാട് ചാനൽസ് ഉണ്ട്, എല്ലാവരും മത്സരിച്ച് പരിപാടികൾ നടത്തുന്നുണ്ട്. പക്ഷെ അന്ന് മത്സരമില്ലല്ലോ, ഒറ്റ ചാനലേ ഉള്ളൂ. അതിനു വേണ്ടി കാത്തിരിക്കും ആ ഒരു പ്രോഗ്രാം വരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ഒരു സാധനം എയറിൽ വന്നാൽ അത് കേരളം മൊത്തം കണ്ടിരിക്കും എന്നുള്ളത്. ഇപ്പൊ പിന്നെ അത് ലോകമെമ്പാടും കാണാനുള്ള ഒരു അവസരം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം അതിന്റെ ഒരു വ്യത്യാസം. പിന്നെ കുറെ വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പക്ഷെ എപ്പോഴും സജീവമായിരുന്നു, അഭിനയം ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ. ഡാൻസ് സ്കൂൾ തുടങ്ങിയിട്ട് ഇപ്പം 14 വർഷമായി. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യായിരുന്നു. എങ്ങനെയാണ് ഡാൻസ് സ്കൂളിന്റെ ഒരു പ്രവർത്തനങ്ങളും കാര്യങ്ങളും? നന്നായിട്ട് പോകുന്നുണ്ട്. ശ്രീവിദ്യാമ്മയുടെ പേരിൽ തുടങ്ങിയ ഒരു ഡാൻസ് സ്കൂളാണ് അത്. ആക്ച്വലി വിദ്യാമ്മയുടെ മരണശേഷം 4 വർഷത്തിന് ശേഷം വിദ്യാമ്മയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് എന്നെ മോട്ടിവേറ്റ് ചെയ്തു. അതായത് വിദ്യാമ്മ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരോടും പറയുമായിരുന്നു, വിദ്യാമ്മയുടെ ഡാൻസ് സ്കൂളിന്റെ സ്റ്റാർട്ടിങ് ആദ്യത്തെ സ്റ്റുഡൻറ്റും ആദ്യത്തെ ടീച്ചറും അഞ്ജിതയായിരിക്കുമെന്ന് എന്നോടൊഴികെ വേറെ പലരോടും പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡാൻസ് സ്കൂൾ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ അതിവിടെ തുടങ്ങണം, നീ കാര്യങ്ങൾ നോക്കണം എന്നൊക്കെ എന്നോട് പറയുമായിരുന്നു. പക്ഷെ എന്നോട് പറഞ്ഞതിനെക്കാട്ടിലും കൂടുതൽ വിദ്യാമ്മയുടെ ഫ്രണ്ട്സിനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിദ്യാമ്മ മരിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ അത്ര വലിയൊരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ എടുത്തില്ല. വിദ്യാമ്മയുടെ 4ാമത്തെ ഡെത്ത് ആനിവേഴ്സറിയുടെ സമയത്ത് കണ്ടവരെല്ലാവരും എന്നോട് ഇങ്ങനെ ചെയ്യും, അഞ്ജിത എന്താ ആ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങാത്ത, വിദ്യാമ്മ ഞങ്ങളോടൊക്കെ പറയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഐ ഫീൽ ഗിൽറ്റി. അങ്ങനെയാണ് ഡാൻസ് സ്കൂളിനൊരു തുടക്കം വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വിദ്യാമ്മയുടെ ആ ഒരു ലാസ്റ്റ് സമയത്തൊക്കെ ഒരുപാട് മുഴങ്ങിക്കേട്ടൊരു കാര്യമാണ്, വിദ്യാമ്മ ആഗ്രഹിച്ചതാണ് ഒരു ഡാൻസ് സ്കൂൾ, വിദ്യാമ്മയുടെ പേരിൽ ഒരു കലാ. അതായത് വിദ്യാമ്മ കുറച്ച് പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളതാണ്. പിന്നെ മരണം എന്നുള്ളത് ആരോടും അങ്ങനെ വിദ്യാമ്മ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും ഡാൻസ് സ്കൂള് നടത്തണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പല പ്ലാനിങ്ങും ഉണ്ടായിരുന്നു. അത് വിദ്യാമ്മ മനസ്സിൽ വിചാരിച്ചിരുന്ന പോലെയൊക്കെ ആയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ വളരെ നന്നായിട്ട് അത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഓക്കെ, ഈ ഡാൻസിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആരാണ്? വിദ്യാമ്മ? അങ്ങനെയില്ല, വിദ്യാമ്മ എന്ന് അല്ല. ഡാൻസിൽ സത്യം പറഞ്ഞാൽ സ്റ്റേജിൽ കയറുന്ന ഓരോരുത്തരും വളരെയധികം ധൈര്യമുള്ള ആൾക്കാരാണ്. കാരണം സ്റ്റേജിൽ കയറി ഒരു കാര്യം പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പം എനിക്ക് എൻ്റെ ഗുരുക്കന്മാരെ എല്ലാവരെയും ഞാൻ അഡ്മയർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാ ദിവസവും ഓരോന്ന് പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഡാൻസ് ടീച്ചർ ആവാൻ വേണ്ടി പഠിച്ച ഒരാളല്ല. പക്ഷേ ഒരു ഡാൻസ് സ്കൂൾ നടത്തണമെങ്കിൽ നമ്മൾ അതിനകത്ത് എക്സ്പേർട്ട് ആയിരിക്കണം. ഞാൻ ഡാൻസ് കളിക്കുമായിരുന്നു എന്നല്ലാതെ പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഈ വിദ്യാമ്മയുടെ ഡാൻസ് സ്കൂൾ തുടങ്ങി കഴിഞ്ഞിട്ട് ഭാരതീദാസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡാൻസിൽ BA എടുത്തു. അത് കഴിഞ്ഞ് തമിഴ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA പഠിച്ചു. പിന്നെ കേരള നടനം, എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളൊരു കലാരൂപം കേരള നടനം. അത് കാര്യം വേറൊന്നുമല്ലൊരു വ്യത്യസ്തമായ ഒരു കലാരൂപമാണ്. ഒരുപാടൊന്നും സോളോ പെർഫോമൻസസ് കാണാത്ത ഒരു കലാരൂപമാണ്. പിന്നെ എനിക്ക് പൊതുവെ ഡാൻസ് ഡ്രാമാസിനോടൊരു ഇഷ്ടമാണ്. അപ്പം അതിൻ്റെ ഒരു അഭിനയം കൂടുതലാണല്ലോ. അഭിനയവും അത് ഡാൻസ് ഡ്രാമ പണ്ടൊക്കെ കേരള നടനം 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ അങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരുന്ന ഡാൻസ് ഡ്രാമകളായിരുന്നു. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് ഡ്രാമ. അതുകൊണ്ട് ഞാൻ അതിനകത്താണ് സ്പെഷ്യലൈസ് ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗുരു ഗോപിനാഥ് നടന ഗ്രാമത്തിൽ നിന്നാണ്. അങ്ങനെ പിന്നെ ലത ടീച്ചറാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ലത ഓണക്കാലത്ത് ഒരുപാട് കലാപരിപാടികൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നിശാഗന്ധിയിൽ ഉൾപ്പെടെ കളിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഏറ്റവും ഓർമ്മയിരിക്കുന്ന ഒരു ഓണം സ്റ്റേജ് ഏതായിരിക്കും? അത് ഒരു 5 വർഷം മുൻപ് നിശാഗന്ധിയിൽ ചെയ്തൊരു ഓണം. അതിന് എനിക്കൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ 2 മക്കളും മോനും മോളും ഉൾപ്പെടെ സ്റ്റേജിൽ വരുന്നുണ്ടായിരുന്നു. അതൊരു ഐറ്റത്തിൽ മുരുകനായിട്ട് എൻ്റെ മോൻ വരുന്നുണ്ടായിരുന്നു, ഡാൻസ് കളിച്ചുകൊണ്ട് മോളുണ്ടായിരുന്നു.
പിന്നെ സ്റ്റേജിലാണെങ്കിലും ഞങ്ങൾ കുറേ മൈലുകളെല്ലാം അവതരിപ്പിച്ച് ഭയങ്കര രസമുള്ള ഒരു വിഷ്വൽ ട്രീറ്റാണ് നമ്മൾ കാഴ്ചക്കാർക്ക് കൊടുത്തത്. അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് മറക്കാനാവാത്ത ഒരു സ്റ്റേജാണ്. ഇനി അഭിനയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെലിവിഷൻ പരമ്പരകളാണെങ്കിലും അതുപോലെ തന്നെ കുറച്ച് സിനിമകളും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം ഏതായിരിക്കും? ടി വിയിലാണെങ്കിൽ ഒരുപാട് പണ്ടുണ്ടായിരുന്നു. ഉള്ളത് പറഞ്ഞാൽ ഉറിയും. പിന്നെ ശരിക്കും എനിക്ക് എല്ലാ പേരുകളും ഞാൻ കുറേ ടച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ സ്നേഹസമ്മാനം ഇതൊക്കെ എപ്പോഴും എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ളതാണ്. ഏഷ്യാനെറ്റിൽ ദുർഗ ചെയ്തതിന് ശേഷമാണ് ഞാനൊരു ചെറിയ ഗ്യാപ്പ് എടുത്തത്. പിന്നെ ഇപ്പോൾ ആതിര എന്ന് പറഞ്ഞൊരു സീരിയൽ, പാടാത്ത പൈങ്കിളി, ഇതൊക്കെ എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ വാങ്ങിച്ചു തന്ന ക്യാരക്ടേഴ്സാണ്. പിന്നെ അഡ്വക്കേറ്റ് ആവണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നതുകൊണ്ട് ആതിര എന്ന് പറയുന്ന സീരിയലിനോട് ഒരു ഇഷ്ടം. അതെ, ആ ഒരു കഥാപാത്രത്തോട് കുറച്ചൊരു ഫേവറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ചില സീരിയൽ ആദ്യകാല സീരിയലുകളിൽ നായികയായിട്ടാണ് വന്നത്. പിന്നീട് ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് ഒരു നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രങ്ങൾ, എനിക്ക് തോന്നുന്നു പാടാത്ത പെങ്കിളിയൊക്കെ അങ്ങനെയൊക്കെ ഒരു കഥാപാത്രം. അതെന്താണെന്നറിയോ, ആ സമയത്തൊക്കെ കൂടുതലും ഹീറോയിൻ ഓറിയൻറ്റഡ് സബ്ജക്ട്സാണ് വന്നുകൊണ്ടിരുന്നത്. സിംഗിൾ ഹീറോയിൻ ഓറിയൻറ്റഡ് ആകുമ്പോൾ നമ്മൾ ഹീറോയിനായിട്ട് ചെയ്തു. ഇപ്പോൾ അങ്ങനെയല്ല, മെഗാ സീരിയലുമാണ്, എന്നുമുള്ള സീരിയലാണ്. ഇപ്പോൾ ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടല്ല സീരിയൽ പോവുക. ഒരു കുടുംബം, 2 ഫാമിലീസ് ഒക്കെയാണ്. അപ്പം അതിനകത്ത് എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അപ്പോൾ പിന്നെ കുറച്ച് നെഗറ്റീവ് ടച്ചുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറേ ക്യാരക്ടേഴ്സൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടും ഒക്കെ ഉണ്ട്. കാരണം എനിക്ക് നെഗറ്റീവ് ടച്ചുള്ളത് അത്ര വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ സീരിയസ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ അഭിനയത്തിനെ കാണുന്നത്. പണ്ട് ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതെനിക്കൊരു പാഷൻ മാത്രമായിരുന്നു. സ്കൂളിലും കോളേജിലും ഒക്കെ ഡാൻസ് ഒക്കെ കളിക്കുന്ന പോലത്തെ ഒരു ഇമ്പോർട്ടൻസ് ഞാനിതിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല, വളരെ സീരിയസ് ആയിട്ട് ഇതിനെ കാണുന്നുണ്ട്. സീരിയലും അതുപോലെ സിനിമ. ഇപ്പം ഞാൻ സീരിയൽ വളരെ കുറച്ചേ ചെയ്യുന്നുള്ളൂ, വളരെ സെലക്റ്റീവായിട്ടേ ചെയ്യുന്നുള്ളൂ. ക്യാരക്ടറും കഥയും ഒക്കെ ചോദിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. സിനിമ ഇപ്പോൾ ഒരെണ്ണം ചെയ്തു, പകുതി കടൽ കടന്നു എന്ന് പറഞ്ഞിട്ട്. അതിൽ മെയിൻ ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഈ ഏജിലും ഒരു സിനിമയിൽ ഹീറോയിനായിട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബോണസ് തന്നെയാണ്. അത് ഒരുപാട് ഫെസ്റ്റിവൽസിനൊക്കെ പങ്കെടുക്കുകയും ഒരുപാട് അവാർഡുകൾ കിട്ടുകയൊക്കെ ചെയ്തു. ഇവിടെ സൂര്യ ഫെസ്റ്റിവലിലൊക്കെ കാണിച്ചു. പിന്നെ എനിക്ക് സത്യജിത് റേ അവാർഡ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ അഭിനയത്തിന്. അപ്പം അങ്ങനെ പിന്നെ ഡോഗ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു പടം വേറെയും ചെയ്തു. അപ്പോൾ അങ്ങനെ സിനിമകളിപ്പോൾ കൂടുതൽ കുറച്ചുകൂടി സിനിമയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം, ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കഥാപാത്രം ഏതായിരിക്കും? അങ്ങനെയൊന്നുമില്ല, ചെയ്യാൻ ആഗ്രഹമുള്ള ഒന്നാമത്തെ കാര്യം, ഞാൻ അങ്ങനെ അഭിനയിക്കാൻ ഭയങ്കര ഒരു മോഹമുള്ള ഒരാളായിരുന്നില്ല. അഭിനയിക്കാനുള്ളൊരു മോഹം കൊണ്ട് ഇൻഡസ്ട്രിയിൽ വന്നതുമല്ല. എനിക്ക് അവസരം കിട്ടി, അപ്പോൾ അങ്ങ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ മോഹിച്ച് കഥാപാത്രമൊന്നുമില്ല. പക്ഷെ ഞാൻ ഏത് ക്യാരക്ടർ കിട്ടിയാലും ഞാൻ അതിനോട് 100% നീതി പുലർത്തും. അതിപ്പോൾ മേക്കപ്പിലായാലും ഡ്രസ്സിങ്ങിലായാലും ഒക്കെ ഒരുപാട് ശ്രദ്ധിക്കും. അതിന് വേണ്ടി കോസ്റ്റ്യൂം ചെയ്യും, അതിന് വേണ്ടി മേക്കപ്പിൽ മേക്ക് ഓവർ ചെയ്യുകയൊക്കെ ചെയ്യും. അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് സ്പോട്ട് റെക്കോർഡിംഗ് ആണ് ഇപ്പോൾ രണ്ടാമത്തെ ഒരു സിനിമ ചെയ്തത്. അതെനിക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം ഒന്നാമത് പൊതുവെ എനിക്ക് എൻ്റെ ശബ്ദത്തിനെ കുറിച്ച് എനിക്കൊരു മതിപ്പില്ലായിരുന്നു. പക്ഷേ സ്പോട്ട് റെക്കോർഡ് ആദ്യത്തെ പടവും ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. അത് പിന്നെ ഡയറക്ടർ ബിജു വിശ്വനാഥ് സാറിൻ്റെ പടമായിരുന്നു. സാറ് പ്രത്യേകം പറഞ്ഞു അഞ്ജിത തന്നെ ഡബ് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഡബ് ചെയ്തു. പക്ഷെ അത് പുള്ളി കൂടെ ഇരുന്ന് ഡബ് ചെയ്യിക്കുകയും നമ്മുടെ ശബ്ദം പുറത്ത് അല്ല, സ്റ്റുഡിയോയിൽ ഡബ് ചെയ്ത് മാത്രമല്ല, ഈ സൗണ്ട് എല്ലാം പുറത്ത് ന്യൂയോർക്കിൽ അവരുടെ സ്റ്റുഡിയോയിൽ നിന്ന് മാസ്റ്റർ ചെയ്തൊക്കെ വന്നതുകൊണ്ട് എൻ്റെ ശബ്ദം എനിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ സ്പോട്ട് റെക്കോർഡിങ് വരുമ്പോൾ എങ്ങനെയാന്നുള്ള ഒരു വലിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതും സ്പോട്ട് ഡബിങ് എന്ന് പറയുന്നത് അതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. കാണാതെ പഠിച്ച് പറയണമല്ലോ. അതിപ്പോൾ മുമ്പത്തെ ഒരു ടെലിവിഷൻ പരമ്പര ഇൻഡസ്ട്രി, അതിന്ന് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് തോന്നിയിട്ടുള്ളൊരു മാറ്റം എന്തായിരിക്കും? മെയിനായിട്ട് തോന്നിയ മാറ്റം സ്ക്രിപ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു. എനിക്കത് ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യമാണ്. സ്ക്രിപ്റ്റ് ഇല്ല എന്നല്ല, അങ്ങനെ പറയാനും പാടില്ല.
സ്ക്രിപ്റ്റിനൊരു കെട്ടുറുപ്പില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ എഴുതി വരണോണ്ടായിരിക്കും. പണ്ട് നമുക്ക് ആരെയും കുറ്റം പറയാനൊന്നും പറ്റൂല, നാടിനോടൊപ്പം അങ്ങ് നടുവേ ഓടിപ്പോവാനേ പറ്റുള്ളൂ. പണ്ട് 13 എപ്പിസോഡ് കാച്ചി കുറുക്കിയെടുത്ത് സ്ക്രിപ്റ്റ് പല പ്രാവശ്യം വായിച്ച്, സ്ക്രിപ്റ്റ് നമ്മൾ ചിലപ്പോൾ നമുക്ക് കഥ പറയാനൊക്കെ വീട്ടിൽ വരുമ്പോൾ സ്ക്രിപ്റ്റും കൊണ്ടൊക്കെ തരാറുണ്ട് പണ്ട്. ഇപ്പം അങ്ങനെയല്ല, ദിവസം ഓരോ എപ്പിസോഡ്. പണ്ട് ഒരു എപ്പിസോഡിന് എടുക്കാൻ 2 ദിവസം ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഒരു ദിവസം 2 എപ്പിസോഡാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് ഒരു എപ്പിസോഡിന് വേണ്ടി 2 ദിവസമായിട്ടിരുന്ന് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇന്ന് ഒരു ദിവസം 2 എപ്പിസോഡിനാണ് എഴുതുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു കുഴപ്പങ്ങൾ അതിനുണ്ടാവും. പിന്നെ കുറച്ചൊക്കെ ആർട്ടിസ്റ്റുകൾ കുറച്ച് ഇമ്പ്രവൈസ് ചെയ്യുന്നവരാകുമ്പോൾ നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ കുറച്ച് മാറ്റങ്ങളും തിരുത്തും. അങ്ങനെയൊക്കെ ചെയ്യാൻ സമ്മതിക്കുന്ന ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെ ഉള്ള വർക്കാണെങ്കിൽ നമുക്ക് തന്നെ കുറെ കൂടെ ഒക്കെ ഇമ്പ്രവൈസ് ചെയ്ത് പോകണം. എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ അമിതമായ മേക്കപ്പ്, ഇങ്ങനെ കെട്ടി ഒരുങ്ങി ഇതൊന്നും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും സീനിന് ചേരുന്ന രീതിയിൽ മാത്രം ഡ്രസ്സ് ചെയ്യുവാണെങ്കിൽ ഉടനെ ചാനലിൽ നിന്ന് ഒരു മേക്കപ്പ് കുറഞ്ഞു കേട്ടോ, ആ മാലയൊക്കെ ഇടുന്നത്. അപ്പോൾ നമ്മളതിനകത്ത് വീണ് പോവുകയാണ്. നമ്മളിനി എത്ര ശ്രമിച്ചാലും ലാളിത്യം കീപ്പപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മിനി സ്ക്രീൻ എത്തി എന്നുള്ളതാണ്. അപ്പോൾ അത് ഒന്നും ചെയ്യാൻ പറ്റൂല, അതിൻ്റെ കൂടെ അങ്ങ് ഈ ഒരു കോൺട്രവേഴ്സ്യൽ ചോദ്യമൊന്നുമല്ല, പക്ഷേ എങ്കിൽ കൂടി ഇപ്പോഴത്തെ ഒരു സീരിയൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കൂടുതലും അമ്മായിയമ്മ മരുമകൾ ഓറിയൻറ്റഡ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഏറ്റവും വില്ലത്തിയായ അമ്മായിയമ്മ, പാവപ്പെട്ട മരുമകൾ, അതിനൊരു മാറ്റം വരണമെന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വരണം. നല്ല ലവ് സ്റ്റോറീസ് വരണം. ഫാമിലിക്ക് അകത്ത് നടക്കുന്ന ഹസ്ബൻഡും വൈഫും ലവ് ചെയ്തൂടെ, അവരുടെ ചെറിയ ചെറിയ പിണക്കങ്ങൾ, ചെറിയ വീട്ടിനകത്തുള്ള ചെറിയ ഫാമിലി ഇഷ്യൂസ്, അതൊക്കെ വെച്ച് കഥകൾ കൊണ്ടുപോയിക്കൂടെ. അതുപോലെ തന്നെ ടീനേജ് പിള്ളേരുടെ ഇടയിലുള്ള നല്ല കാര്യങ്ങൾ, നല്ല മുഹൂർത്തങ്ങൾ, ലവ് സ്റ്റോറി ആയാലും കൊള്ളാം, അങ്ങനെയൊക്കെ വരാം. ഇപ്പം അതൊന്നും എല്ലായിടത്തും വീട്ടിനകത്തുള്ള സംഘർഷഭരിതമായ സീനുകളിലൂടെ നെഗറ്റീവ്നെസ്സും കരഞ്ഞ് പിഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരാളെ പീഡിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ളത് മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആസ്വാദകർ അങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നല്ലത് കൊടുത്താൽ ആസ്വാദകർ അത് ആസ്വദിക്കും. അപ്പോൾ അതിൻ്റെ അണിയറ പ്രവർത്തകർ മാറി ചിന്തിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സെറ്റിലെ ഓണം, അതായത് സീരിയൽ സെറ്റിലായാലും അല്ലെങ്കിൽ സിനിമ സെറ്റിലായാലും ഓണം, സെറ്റിലെ ഓണം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതായിട്ടുള്ളൊരു കാര്യമാണല്ലോ. എങ്ങനെയാണ് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? അത് കഴിഞ്ഞ ഓണം എന്ന് പറയുമ്പോൾ കഴിഞ്ഞല്ല, അതിന് മുമ്പത്തെ ഓണം, കൊറോണയുടെ ഇടയിൽ ഒരു ഓണം വന്നിരുന്നു. അത് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഓർമ്മിക്കാതിരിക്കാൻ പറ്റൂല. എങ്കിലും ആ സമയത്ത് ഷൂട്ടിംഗ് ഒക്കെ വളരെ ബുദ്ധിമുട്ടി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമാണ്. പിന്നെ കൊറോണയും പ്രളയവും ഇത് രണ്ടും കൂടെ ഇങ്ങനെ മാറി തിരിഞ്ഞു വന്നു. അപ്പോൾ ആ ഒരു സമയത്തെ ഓണം പാടാത്ത പൈങ്കിളിയുടെ ലൊക്കേഷനിലായിരുന്നു. അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഓണമാണ്. കാരണം ഞങ്ങൾ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും ലൈറ്റ് ബോയ്സും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സദ്യ കഴിച്ച് പിരിഞ്ഞ ഒരു ഓണം. അത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ വർഷങ്ങളായിട്ട് ഓണം എന്ന് പറയുന്നത് ഒരുപാട് ദിവസത്തെ പ്രോസസ്സാണ്. അത് മാത്രമല്ല ഒരുപാട് ആതുര സേവന രംഗത്തെ കുറച്ച് പരിപാടികൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അമ്മമാർക്ക് സെറ്റ് മുണ്ട് വിതരണം നടത്തുക, പിന്നെ ആതുര ലയങ്ങളിൽ അമ്മമാരെയൊക്കെ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലത്തും അനാഥാലയങ്ങളിലും ഒക്കെ പോയി സദ്യ കൊടുക്കുകയും അവരുടെ കൂടെ ഇരുന്ന് കഴിക്കുകയും ചെയ്യുന്ന ഒന്നിലധികമുള്ള അനുഭവങ്ങൾ വരുന്ന ഒരു ഇതാണ്. അതായത് ഞങ്ങൾ ഒരു 5 സംഘടനയുടെ മെമ്പറാണ് ഞാൻ. ഇന്നർ വീൽ, കരുണ ചാരിറ്റീസ്, പിന്നെ വിമൻസ് അസോസിയേഷൻ, ശ്രീവിദ്യാ കലാനികേതൻ, അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഓണാഘോഷമായിട്ട് ഞങ്ങളിങ്ങനെ പല സ്ഥലങ്ങളിലും, അത് സത്യം പറഞ്ഞ ഒരു ഭയങ്കര അനുഭവമാണ്. ഇത്തവണത്തെ ഓണം സെലിബ്രേഷൻ അതുപോലെ ഏത് സ്ഥലത്താണ് ആഘോഷിക്കാൻ പ്ലാൻ ചെയ്യുന്നത്? ഇപ്രാവശ്യം ഈ ഓണം തിരുവോണം ഒന്നും തീരുമാനിച്ചിട്ടില്ല. പിന്നെ ഇവിടെ വഞ്ചി പൂർ ഹോമിൽ എല്ലാ വർഷവും പോകാറുണ്ട്, അതുപോലെ ഇപ്രാവശ്യം പോവും. പിന്നെ എറണാകുളത്തുള്ള ഒരു അഭയ കേന്ദ്രം, അത് അവിടെ ഇതുവരെ ഞാൻ പോയിട്ടില്ല, അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കരുണ ചാരിറ്റീസിൽ ഞങ്ങളുടെ തന്നെ ഒരു ഹോമുണ്ട്, 365 ദിവസവും ക്യാൻസർ പേഷ്യൻസിൻ്റെ, ട്രിവാൻഡ്രത്തിൻ്റെ പുറത്തുനിന്ന് വരുന്ന ക്യാൻസർ പേഷ്യൻസിന് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത്. അവിടെ
ഞങ്ങളെല്ലാ ഓണത്തിനും അവിടുത്തെ ആ സമയത്തെ ഇൻമേറ്റ്സിന് ഫുഡും ഓണക്കോടിയും പിന്നെ ഒരു ചെറിയ ഓണപ്പാരിതോഷികമായിട്ടൊരു ചെറിയ എമൗണ്ടും ഒക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, അതൊക്കെ തന്നെയാണ്. ശരി. അപ്പോൾ ഇനി ഫാമിലിയിലേക്ക് വരാം. ഫാമിലി ആരൊക്കെയാണ്, എങ്ങനെയാണ് ഇത്തവണത്തെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പ്ലാൻ? എല്ലാ പ്രാവശ്യവും ഞാൻ പറഞ്ഞില്ലേ മോളിപ്പം സ്ഥലത്തില്ല, പുറത്താണ്. അപ്പം മോൻ ഇവിടെ ഉണ്ട്, അച്ഛനും അമ്മയും എല്ലാവരും സ്ഥലത്ത് തന്നെയുണ്ട്. ചിലപ്പം കോഴിക്കോടായിരിക്കും, ചിലപ്പോൾ ട്രിവാൻഡ്രത്തായിരിക്കും, അങ്ങനെ ഒക്കെ തന്നെയാണ്. അത് ഓണം ഇനി ആ സമയം ആകുമ്പോഴേ നമ്മൾ എങ്ങനെ എവിടെ കൂടണം എന്നൊക്കെയുള്ളത് തീരുമാനിക്കുള്ളൂ എന്നുള്ളത്. അഞ്ജിത എന്ന അഭിനേത്രിയെ സംബന്ധിച്ചിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഒരു നർത്തകി എന്ന നിലയിലാണെങ്കിലും ഒരു സോഷ്യൽ വർക്കർ എന്ന നിലയിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ ജയ്ഹിന്ദ് TV പ്രേക്ഷകർക്ക് ഈ ഒരു ഓണ സന്ദേശമായിട്ട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഓണ സന്ദേശം നന്നായിട്ട് ആഘോഷിക്കുക, ഓൾവേസ് ബി ഹാപ്പി, പിന്നെ പോസിറ്റീവായിട്ടിരിക്കുക, പിന്നെ ആ മൊമെൻ്റ് എല്ലാവരും ആസ്വദിക്കുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇനി വരാനുള്ളതിനെക്കുറിച്ചോ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ കൂടുതലും എല്ലാവരുടെയും ലൈഫ് ഇങ്ങനെ പോണത്. അപ്പോൾ അതല്ലാതെ പ്രസന്റിൽ ജീവിക്കുക എന്നുള്ളത്, ഞാനും കുറേ നാളുകൾ അത് വിട്ടുപോയ ഒരു കേസാണ്. ഇപ്പോൾ ഒരുപാട് റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം പ്രസന്റിൽ ജീവിക്കുക, പിന്നെ എപ്പോഴും അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആൾക്കാരും സന്തോഷമാണോ അവർക്കും കിട്ടുന്നത് എന്നുള്ളത് നമ്മളുടെ ഒരു ശ്രദ്ധയിൽ ഉണ്ടാവണം എന്നാണ്. തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും കരുതലോടെ തന്നെ ജീവിക്കണം, അപ്പോഴേ നമ്മളെയും കരുതാൻ ആരെങ്കിലും ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അപ്പം ഞാൻ എപ്പോഴും ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്നതാണ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സും ഉണ്ട്. ഓരോ ഫ്രണ്ട്സിനോടും അവരോടാണ് ഏറ്റവും ക്ലോസ്നെസ് എന്ന് തോന്നുന്ന രീതിയിൽ അത്രയും തിക്ക് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അവർക്ക് മീൻസ് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, നമ്പർ ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ എല്ലാവരോടും വളരെ ഇന്റിമേറ്റ് ആണ്, ഒരേ രീതിയിലാണ്. അപ്പൊ അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എനിക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അത് തന്നെയാണ് വേണ്ടത് എന്നാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും. എന്തായാലും ഇത്രയും സമയം നമുക്ക് ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അഞ്ജിത എന്നുള്ളത് ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഒരു അഭിനേത്രി അല്ലെങ്കിൽ ഒരു നർത്തകി എന്ന രീതിയിൽ മാത്രം ഞാൻ അപ്രോച്ച് ചെയ്ത ഒരാളാണ്. അതിനുശേഷം ഒരു നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്, അതുപോലെ തന്നെ ഒരുപാട് സ്നേഹവും കരുതലും ഉള്ളൊരു വ്യക്തിയാണ് എന്നറിയാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ആഗ്രഹിക്കുന്ന ഒരുപാട് മേഖലകൾ, ഇപ്പോൾ സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും കലാരംഗത്താണെങ്കിലും ഒരുപാട് മേഖലകൾ അത്യുന്നതങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ഒരു ഓണം എല്ലാവർക്കും പോലെ തന്നെ അഞ്ജിതയ്ക്കും വളരെ സ്പെഷ്യലായിരിക്കട്ടെ, സന്തോഷകരമായ ഒരു ഓണമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അതുകൊണ്ട് നമ്മുടെ ഓണം എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുക. അഞ്ജിത പറഞ്ഞതിലൊരു കാര്യമുണ്ട്, നമ്മൾ ഓണം ആഘോഷിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഒപ്പമുള്ളവർ കൂടി ഓണം ആഘോഷിക്കുന്നുണ്ടോ എന്നൊരു കരുതൽ. ആ ഒരു കരുതൽ കീപ്പ് ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഓണം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ വിടവാങ്ങുകയാണ്. നന്ദി, നമസ്കാരം.